നമസ്കാരം. തലസ്ഥാന നഗരത്തെ മാലിന്യക്കുഴിയാക്കിയത് CPM ആണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ 1500 കോടിയും കട്ടുമുടിച്ചത് CPM നേതാക്കൾ. ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ച 273 കോടിയും CPM പുട്ടടിച്ചു. എന്നിട്ട് തലസ്ഥാനത്തെ മാലിന്യത്തിൽ മുക്കി മൂന്നാറിൽ ഉല്ലാസയാത്ര പോയ മേയർ ആര്യ രാജേന്ദ്രന് CPM ഹൃദയാഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇപ്പോൾ 2017 തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിച്ചത്. ഏകദേശം 1500 കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത്. ഇതിൽ 273 കോടിക്കാണ് റോഡ് നവീകരണം. CPMന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് CPM ചെയ്തത്. സംസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുകയാണ്. പലതും ഒരു വർഷമായി പൊളിച്ചിട്ടിരിക്കുന്നു. പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി. ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായി. വീടിനു മുന്നിലെ വലിയ കുഴികൾ ചാടിക്കടന്നു വേണം പോകാൻ. പലരും കാർ വീട്ടിൽ നിന്നെടുത്തിട്ട് മാസങ്ങളായി. തൊഴിലാളികൾ കുറഞ്ഞതോടെ ഒച്ചിഴയും വേഗത്തിലാണിപ്പോൾ പണി. മഴ പെയ്തതോടെ തലസ്ഥാനത്തെ യാത്രകൾ ദുസ്സഹവുമായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നുപോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥയെന്നോർക്കണം. മുഖ്യമന്ത്രിയുടെ കൺമുന്നിലൂടെ തന്നെയാണ് ഇത്തരം ആഭാസങ്ങൾ നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഇതൊന്നും കണ്ട മട്ടയില്ല. താൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്നാണ് തദ്ദേശ മന്ത്രി പറയുന്നത്. പ്രധാന റോഡുകൾ മേയിൽ തുറന്നു കൊടുക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പും സ്മാർട്ട് സിറ്റി അധികൃതരും മുമ്പ് അറിയിച്ചിരുന്നത്. മന്ത്രി റിയാസ് ചില പബ്ലിസിറ്റി ഗിമ്മിക്കുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ മഴക്കാലമായതോടെ ജോലികൾ നീളുമെന്ന് ഉറപ്പായി. നേരത്തെ പ്രഖ്യാപിച്ച ടൈം ടേബിൾ പണിയൊക്കെ പാഴ്വാക്കായി. ഇനി ഒരാവശ്യത്തിനും റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പു നൽകിയാണ് നഗരത്തിലെ റോഡുകളെല്ലാം ഒന്നിച്ചു പൊളിച്ചത്. ആദ്യം കേരളത്തിന് പുറത്തുള്ള കരാറുകാരാണ് സ്മാർട്ട് സിറ്റി നവീകരണം ഏറ്റെടുത്തത്. എന്നാൽ 2 വർഷം മുമ്പ് ഏറ്റെടുത്ത കമ്പനി പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. തുടർന്ന് പല കരാറുകാർക്കായി വീതിച്ചു നൽകുകയായിരുന്നു. ജോലികൾ നിശ്ചയിച്ചതുപോലെ പുരോഗമിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ദൗത്യ സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ്. മുൻകൂട്ടി അറിയിക്കാതെ റോഡുകളിലെത്തി പ്രവൃത്തി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത സംഘം ഇപ്പോൾ എവിടെയാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. തലസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിർമ്മാണം നടക്കുന്ന വഴുതക്കാടെത്തി പൊട്ടിത്തെറിച്ചു. യൂട്ടിലിറ്റി കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാക്കി പുതിയ വാട്ടർ വൈദ്യുതി കണക്ഷൻ നൽകിയും നടപ്പാതകൾ ഒരുക്കിയുമായിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് നവീകരണം. നഗരത്തിലെ 80 റോഡുകളാണ് കേരള റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റി കമ്പനി ലിമിറ്റഡും ചേർന്ന് സ്മാർട്ടാക്കി നവീകരിക്കുന്നത്. നഗരത്തിലെ തിരക്കേറിയ 7 റോഡുകളാണ് റോഡ് ഫണ്ട് ബോർഡ് നിലവിൽ പൊളിച്ചത്. ജൂണിൽ സ്കൂൾ തുറന്നാൽ പൊളിച്ചിട്ട റോഡുകളിലൂടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് രക്ഷാകർത്താക്കളുടെ ആദി. സ്കൂൾ കോളേജ് ഭാഗങ്ങളിലെ റോഡുകളാണ് പലതും കുത്തിപ്പൊളിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് യാത്ര അപകടാവസ്ഥയിലായിരുന്നു. ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂരിലേക്കുള്ള റോഡിന്റെ ഡക്റ്റിനായി എടുത്ത വലിയ കുഴികളിൽ വീണ് കഴിഞ്ഞ 1 മാസത്തിനിടെ 2 പേർക്കാണ് പരിക്കേറ്റത്. നിലവിൽ നഗരത്തിലെ 52 റോഡുകൾ തുറന്നു. ഇതിൽ റോഡ് ഫണ്ട് ബോർഡ് 30ഉം സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് 22 എണ്ണവും 28 എണ്ണവുമാണ് പൂർത്തിയാക്കാനുമുള്ളത്. കൃത്യമായ ആസൂത്രണമില്ലാതെ റോഡുകൾ പൊളിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ആവശ്യത്തിന് ഉപകരണങ്ങളും ആദ്യഘട്ടത്തിൽ കരാറുകാർ എത്തിച്ചില്ല. ഒരെണ്ണം പൂർത്തിയാക്കിയ ശേഷം അടുത്തത് നന്നാക്കുന്ന രീതി സ്വീകരിച്ചിരുന്നെങ്കിൽ തലസ്ഥാനത്തിന് ഈ ഗതി വരില്ലായിരുന്നു. നിർമ്മാണം എന്ന് തുടങ്ങി എന്ന് പൂർത്തിയാകും? കരാറുകാരുടെ പേര്, ചെലവ് എന്നിവ കാണിക്കുന്ന ബോർഡുകൾ പോലും കുത്തിപ്പൊളിച്ച റോഡുകളിൽ കാണാനില്ല. ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യം പൊതുമരാമത്ത് മാനുവലിൽ പറയുന്നുണ്ട്. തലസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടായ ദുരിതം സർക്കാരിന്റെ ഇനിയുള്ള പദ്ധതികൾക്ക് പാഠമാകണം. കരാർ നൽകുന്നതിന് മുമ്പ് കരാറുകാർ ഒരുമിച്ച് നടത്തിയ പദ്ധതികളും അവരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തണം. കൃത്യമായ ടൈം ടേബിൾ ഒരുക്കി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ ഇനിയെങ്കിലും തീരുമാനമെടുക്കണം. ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുമ്പ് നിർമ്മാണം നടക്കുന്നയിടത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നിർമ്മാണ സാമഗ്രികൾ എന്നിവയെപ്പറ്റി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. നിർവഹണ കരാർ സമഗ്രമാകണം. എന്നാൽ കമ്മീഷൻ വാങ്ങി കമ്പനികളെ കണ്ടെത്തുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. മന്ത്രിമാർ തേരാപാര യാത്ര ചെയ്യുന്ന തലസ്ഥാനത്തേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നുമില്ല.
കേന്ദ്രം നൽകിയ പണമെല്ലാം ചെലവാക്കി കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മേയർ ആര്യ രാജേന്ദ്രനെ പോലൊരു ജൂനിയറെ തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ചെറുപ്പക്കാരിയായ ഒരു നേതാവിനെ നേതൃത്വത്തിലെത്തിച്ച പണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആര്യ രാജേന്ദ്രനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത്. ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണം. സച്ചിൻ ദേവ് MLA-യുമായി മേയർ വിവാഹിതയായതോടെ അസൂയാലുക്കൾ പടയൊരുക്കം കടുപ്പിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യൻ നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി രംഗത്തുണ്ട്. മറ്റൊന്ന് CPM ജില്ലാ ഘടകത്തിലെ കടുത്ത വിഭാഗീയതയാണ്. മേയറുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ ആനാവൂരിന്റെ വിശ്വസ്തനായ DR അനിലിന്റെ കത്തും പുറത്തു വന്നത് വിഭാഗീയതയുടെ തെളിവാണ്. ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന 3 പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളുമായി തലസ്ഥാനത്ത് രംഗത്തുണ്ട്. ജില്ലാ സെക്രട്ടറി ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായപ്പോഴാണ് കോർപ്പറേഷനിലെ കത്ത് വിവാദം ഉണ്ടായത്. ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തനും നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായ DR അനിൽ വാർഡ് കേന്ദ്രീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലിട്ട മേയറുടെ കത്താണ് ആദ്യം പുറത്തു വന്നത്. പ്രതിരോധത്തിലായ ആനാവൂർ കത്തിന്റെ ആധികാരികത തള്ളാതെ മേയറെ പ്രതിക്കൂട്ടിലാക്കി. തൊട്ടു പിന്നാലെ DR അനിലിന്റെ സമാനമായ കത്തും വന്നു. കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ് പുറത്തു വന്നത്. കത്ത് അയച്ചില്ലെന്ന മേയറും കത്ത് കിട്ടിയില്ലെന്ന ആനാവൂർ നാഗപ്പനും വിശദീകരിച്ചപ്പോൾ സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും ആരോപിച്ച മേയർക്കെതിരെ പ്രക്ഷോഭം പ്രതിപക്ഷം ശക്തമാക്കി. കോർപ്പറേഷന് കീഴിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് 295 ഒഴിവുണ്ടായിരുന്നു. ഡോക്ടർമാർ അടക്കം 9 തസ്തികകളിൽ ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചത്. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സഖാവെ എന്ന അഭിസംബോധന ചെയ്ത് അയച്ച കത്ത് ഒരു വാർഡിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സമൂഹ മാധ്യമത്തിൽ വൈറലായത്. കത്തിനെ കുറിച്ച് അറിയില്ലെന്നാണ് മേയർ പ്രതികരിച്ചത്. കത്തയച്ച 1-ാം തീയതി എവിടെ എന്റെ തൊഴിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ദില്ലിയിൽ ആയിരുന്നുവെന്നുമാണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. കത്തിന്റെ സീരിയൽ നമ്പറിലും ഒപ്പിലും വ്യക്തതയില്ല. സ്വന്തം നിലക്കും പാർട്ടി തലത്തിലും അന്വേഷിക്കുമെന്ന് മേയർ അറിയിക്കുമ്പോൾ കത്ത് കിട്ടിയിട്ടില്ലെന്നാണ് ആനാവൂരിന്റെ പ്രതികരണം. മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകരം തട്ടിപ്പിന് പിന്നാലെ തൊഴിൽ നികുതിയും കാണാനില്ലെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. തെലങ്കാന കേന്ദ്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ 20 തൊഴിലാളികളുടെ 20,000-ലേറെ രൂപയാണ് കാണാതെയായത്. അങ്ങനെയൊരു പണം കോർപ്പറേഷന് കിട്ടിയിട്ടേയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദൃശ്യമാധ്യമ വാർത്താ സംഘം ജീവനക്കാരുടെ കൂടെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയെങ്കിലും ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു. ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഫണ്ട് എവിടെ പോയി എന്നും എന്തിനാണ് ഓൺലൈൻ അടക്കാൻ പോയതെന്നുമായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി. ഇതുപോലെ നിരവധി പരാതികൾ തൊഴിൽ നികുതിയുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിലുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. സോണൽ ഓഫീസിൽ അടക്കുന്ന കരം ബാങ്കിൽ അടക്കാതെയാണ് ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയത്. നേമം സോണിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയത്. സൂപ്രണ്ട് S ശാന്തി അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 2 സോണിലും നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. ആറ്റിപ്ര സോണിൽ 1 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ഇതുവരെയുള്ള വിവരം. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകരം ഒടുക്കി രശീത് കരുതാത്തവർ ബുദ്ധിമുട്ടുകയാണ്. കൃത്യമായി കരമടക്കുന്ന പലരുടെയും പണം കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരമൊരു പ്രതിസന്ധി ആദ്യത്തെ സംഭവമാണ്. ഏതായാലും അഴിമതിക്ക് പേരുകേട്ട തലസ്ഥാന നഗരസഭ ഇപ്പോൾ ജനങ്ങൾക്ക് മേൽ ദുരിതപ്പെയ്ത്ത് നടത്തി ആനന്ദിക്കുകയാണെന്നല്ലാതെ മറ്റെന്തു പറയാനാണ്. നന്ദി.